അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. ഞാൻ അങ്കമാലിയിൽ ട്രിപ്പ് തീർന്നിട്ട് ഞാൻ എയർപോർട്ടിൽ പോയി നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു തമിഴ്നാട് രാജപാളയം ട്രിപ്പ് അടിച്ചു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് അവിടുന്ന് റിട്ടേൺ കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അഡീഷണൽ തരാമെന്ന് തരാമെന്ന് പറഞ്ഞു. അവർ എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ശരി അത് എടുത്തു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ കീഴിലം പള്ളിയിൽ നേർച്ചയിട്ടു നേരെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, അതുപോലെ മഴയുണ്ടായിരുന്നു. എനിവേ എന്തായാലും എനിക്ക് അവരെ കൃത്യമായ സ്ഥലത്ത് എത്തിക്കണം. കാരണം അവരുടെ മകന് പൊള്ളലേറ്റിട്ട് സീരിയസ് ആയി കിടക്കുകയാണ്. ഒരു ഹിന്ദി ഫാമിലിയാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ടു പോകുന്ന വഴിക്ക് പമ്പിൽ നിർത്തി CNG ഫുൾ ടാങ്ക് ആക്കി. കാരണം അങ്ങോട്ട് പോയാൽ എവിടെയൊക്കെ ഓപ്പൺ ആവുമെന്ന് നമുക്ക് കൃത്യമായൊരു നിലപാടില്ല, അറിയില്ല. അതുകൊണ്ട് ഞാൻ ഫുൾ ടാങ്കൊക്കെ അടിച്ച് നേരെ വിട്ടു പോകുക കേട്ടോ. അങ്ങനെ എന്താ പറയുക, നല്ല ഈ മഴ സമയമായതുകൊണ്ട് നല്ല ഇതായിരുന്നു. എന്തായാലും നമ്മൾ കോട്ടയം പാസ് ചെയ്തു. അങ്ങനെ നേരെ പുനലൂർ തെന്മലയ്ക്കുള്ള ഡയറക്ഷനിലേക്ക് പോയി നിർത്തി. അവിടെ നിർത്തി നമ്മളൊന്ന് വാഷ്റൂം പോകാൻ നിർത്തി. അതായത് നമുക്ക് ഇവരെ എത്രയും പെട്ടെന്ന് എനിക്ക് ഉറക്കം വന്നിട്ട് രക്ഷയില്ല, പക്ഷേ ഞാൻ ഉറങ്ങാതെ അവരെ എത്തിക്കണം. കാരണം അതാണ് എൻ്റെ ഡ്യൂട്ടി. എൻ്റെ ഡ്യൂട്ടി ഞാൻ അങ്ങനെ ഓൾമോസ്റ്റ് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ഞാൻ തമിഴ്നാട്ടിലേക്ക് കയറി. അപ്പോൾ ഉണ്ട് തെന്മല കഴിഞ്ഞ് ചെങ്കോട്ടയ്ക്ക് പോകുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക് ജാം. അവിടെ ചെറിയൊരു വളവുണ്ട്, അവിടെയാണ് വന്നിട്ട് ഈ ട്രക്കുകളൊക്കെ വന്നിട്ട് മൊത്തം ജാമായിരിക്കുകയാണ്. അപ്പം കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. കുറേ നേരം എന്നല്ല, മണിക്കൂറുകളോളം അവിടെ വെയിറ്റ് ചെയ്തു. സാധാരണ 4 മണിക്ക് ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടത് അവരെ ഞാൻ 5-5:30 ആ സമയത്തൊക്കെയാണ് എത്തുന്നതാണ് കാണിക്കുന്നത്. എന്തായാലും പോലീസ് ഇടപെട്ട്, തമിഴ്നാട് പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് ഇടപെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ട്രാഫിക് മാറ്റി. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. എന്താല്ലേ, കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര പുനരാരംഭിച്ചു, നേരെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലാണ്. തിരിച്ച് നമുക്ക് റിട്ടേൺ കിട്ടില്ല എന്ന്, അവിടെ നിന്ന് കിട്ടില്ല എന്തായാലും, കേരളത്തിൽ പറഞ്ഞു. അപ്പോൾ തിരിച്ച് അവർ അതിനുള്ളൊരു അഡീഷണൽ പേയ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഊബറിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രിപ്പ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ രാജപാളയത്ത് എത്താറായി. ഏകദേശം കുറച്ച് കിലോമീറ്ററുള്ളൂ ഇനി. അപ്പം പോകുന്ന വഴിക്ക് ഒരു ചായ കൂടെ കുടിക്കണം. കാരണം എനിക്ക് ഉറക്കം വന്നിട്ട് രക്ഷയില്ല സത്യമായിട്ടും. അപ്പം ഞാൻ തൊട്ടടുത്ത് പോകുന്ന വഴിക്ക് ഒരു ചായക്കട കണ്ടു, അവിടെ നിർത്തി. അവിടെ നോക്കുമ്പോൾ അവിടെ രാവിലെ നല്ല വട, ഉപ്മാവ് ഒക്കെ ഉണ്ട്. ഒന്നും കഴിച്ചില്ല, ഒരു ചായ മാത്രം കുടിച്ചു. ചായ കുടിച്ച് ഓക്കെ ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. ഏകദേശം എന്താ പറയുക, വെളുക്കാറായിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പം നമ്മൾ രാജപാളയത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ രാജപാളയം ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തി. അവരോട് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് ട്രിപ്പ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക്